ഹായ് സുഹൃത്തുക്കളെ, ഇന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്, കോഴിക്കോട് വേങ്ങേരിയിൽ. ഞങ്ങളെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഞങ്ങളൊരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. എത്ര വർഷമായി? 16 വർഷമായി. 16 വർഷമായി. സ്വപ്നതീരം റെസിഡൻസ് അസോസിയേഷൻ എന്നാണ് ഞങ്ങൾ റെസിഡൻസിൻ്റെ അസോസിയേഷൻ്റെ പേര്. ഞങ്ങൾ 16 വർഷമായി പ്രവർത്തിക്കുന്നത്. അതിൽ 16 വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ് ഇങ്ങനെ. അതിൽ ഈ വർഷം സെക്രട്ടറി ആയി തിരഞ്ഞെടുത്താണ്. അപ്പോൾ സെക്രട്ടറി ആയതിനു ശേഷം പുതിയ പുതിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പേര് സാലി. പൂർണ്ണ പേരെന്താ? പൂർണ്ണമായ പേര് സാലി പുല്ലാട്ട്. സാലി പുല്ലാട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ സാലിബായി ആണ് ഈ വർഷത്തെ ഈ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ നായകൻ ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പുതിയ പദ്ധതികളൊക്കെ? നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി അങ്ങോട്ട് പുതിയ പുതിയ പരിപാടികളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. കാരണം നമ്മൾ നമ്മൾ വാർഷികം നടത്തണം. നമ്മൾ വാർഷികം കാര്യമായിട്ട് വാർഷികം തന്നെയാണ്. അത് ഈ നാടിൻ്റെ ഒരു ഉത്സവമാണ്. അത് നമ്മൾ ഭംഗിയായി നടത്തണം എന്നുള്ളതിലാണ് ഇപ്രാവശ്യം നമ്മൾ ഒരു LED വാളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭംഗിയായിട്ട് നടത്താനുള്ള ഒരു തീരുമാനം നമ്മളെ കമ്മിറ്റി എടുത്തത്. അത് നമ്മളെ കമ്മിറ്റിയും കൂടിയുള്ള ഒരു ഉത്സാഹം കൊണ്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഒരു 220ഓളം വീടുകളുണ്ട് ഇവിടെ. അപ്പം ഈ വീട്ടിൽ എല്ലാം നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്നത് ഒരു 6 സ്ക്വാഡുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് 6 സ്ക്വാഡുകളാക്കിയിട്ടുണ്ട്. അതിൽ ഒരു 2-3 ആൾ കമ്മിറ്റി മെമ്പർമാരുണ്ടാവും, അത് സ്ക്വാഡ് ലീഡർമാരുണ്ടാവും. അത് ഈ നമ്മൾ തീരുമാനങ്ങൾ എന്താണോ അത് വീടുകൾ എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കാര്യങ്ങളുണ്ട്, കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും, അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരിതാണ് ഇവിടെ നോക്കി. അപ്പോൾ അതായത് ആളുകൾ പറയും ഇത്രയും വീടുകളുള്ളത് എങ്ങനെ ഇങ്ങനെ മെയിൻ്റനൻസ് ചെയ്തു പോകുന്നതാണ്. ഒന്നാമത് കാര്യം ഇതാണ്, ഈ നമ്മളെ സ്ക്വാഡുകൾ തരംതിരിച്ചിട്ട് 16 വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഒരു പ്രശ്നമില്ലാതെ ഇത് തലയുയർത്തി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എത്ര വീടുണ്ട്? 250 വീട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇത് രൂപം കൊണ്ടത് നമ്മൾ 16 വർഷങ്ങൾക്ക് മുമ്പേ അതായത് നമ്മളൊരു ഏട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതായത് പ്രകാശേട്ടൻ. ആ പ്രകാശേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് ഈ നഗറിൻ്റെ പേരിട്ടത്. അതായത് ഈ പ്രായം കുറഞ്ഞ ആളുകളും പ്രായം കൂടിയ ആളുകളും പ്രകാശേട്ടൻ തന്നെ വിളിക്കുന്നത്. അതൊരു ഒരു അമരക്കാരനാണ്, ഒരു ബഹുമതിയായിരുന്നു. അതെ അതെ. പഴയ ആളുകളൊക്കെ പറയാറുണ്ട്, മരിച്ച ആളുകൾ പോയിട്ട് മുകളിൽ നക്ഷത്രങ്ങളായിട്ട് വരുന്നു. അത് സംഭവം ശരിയാണ്. നക്ഷത്രങ്ങളായിട്ട് മുകളിൽ ഉദിക്കും. ആ ഉദിക്കുന്നത് അന്ന് കൊളുത്തിയ ഒരു ദീപമാണ്. അതെ, ഇന്നും ഒരു പ്രശ്നങ്ങളില്ലാതെ നമ്മൾ കൊണ്ട് നടക്കുന്നത്. കിടാവിളക്കായിട്ട് ഇപ്പോഴും സൂക്ഷിക്കണം. കിടാവിളക്കായിട്ട് ഇപ്പോഴും കൊണ്ടുനടക്കും. ഇനി അങ്ങോട്ടും ഇത് അങ്ങനെ തന്നെ കൊണ്ടുനടക്കണം എന്ന് പറയാനുള്ളത്. കമ്മിറ്റികൾ മാറി മാറി വരും. അപ്പം അതിനനുസരിച്ച് ഞങ്ങളെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന പറയാനുള്ളത്. ഈ നാടിൻ്റെ ഉത്സവം നമുക്ക് എപ്പോഴും ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ജാതി മത ഭേദമന്യേ യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ യാതൊരു തരംതിരിവില്ലാതെ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം അല്ലേ? അതെ അതെ. അതായത് ജാതി മത ഒരു വരമ്പുകളില്ലാതെ ഒരു ഒന്നിച്ചു പോകുന്ന ഒരു ഇതാണ്. അതായത് 9ാം വാർഡിൽ ഇങ്ങനത്തെ ഒരു റെസിഡൻസ്, ഇത്രയും കൂടുതൽ വീടുള്ള റെസിഡൻസ് ഈ സ്വപ്നതീരം റെസിഡൻസ് ആണെന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്? ഇന്നിപ്പോൾ ഒരു 3 മണിക്ക് പരിപാടി തുടങ്ങും. അതായത് നാടൻപാട്ട്, പിന്നെ കരോക്ക ഗാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഡാൻസ്, കോലിക്കളി, പിന്നെ രംഗപൂജ ഉണ്ട്. അതൊരു പ്രത്യേക ഇതാണ് രംഗപൂജ. അതിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡാൻസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ സ്പോർട്സ് ഒക്കെ നടത്താറില്ല, കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഫാമിലി മാറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ മാറിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം സ്പോർട്സുകളൊന്നും ഇല്ലല്ലേ? കാരണം ഇപ്രാവശ്യം സ്പോർട്സ് നമ്മൾ മാറ്റി വെച്ചതാണ്. കാരണം സ്പോർട്സ് നടത്തണം എന്നുള്ളതാണ്. കാരണം ഇനി അടുത്തൊരു ഓണം വരുമ്പോൾ ഒരു വിപുലമായിട്ടുള്ളൊരു പരിപാടി നടത്തും. അതിൽ സ്പോർട്സ് ഉണ്ട്. അതിൽ ഗംഭീരമായൊരു പരിപാടിയാണ് കമ്പവലി. വനിതകളും പുരുഷന്മാരും 2 ടീമുകളായിട്ടുള്ളതാണ്. അതിന് ഒരു ക്യാഷ് അവാർഡും വരാനുണ്ട്. ഈ ഒരു ക്യാഷ് അവാർഡുള്ള ഈ മധുരക്കണ്ടി അശോകൻ എന്ന് പറഞ്ഞ ഒരു മെമ്മോറിയൽ ട്രോഫി ഉണ്ട്. 1333 രൂപ തോന്നുന്നില്ല. അത് ഭുവൻദാസ്, അത് പുരുഷന്മാർക്കുള്ളത്. അത് ഭുവൻദാസ് മെമ്മോറിയൽ ട്രോഫി. പിന്നെ മധുരക്കണ്ടി അശോകൻ എന്ന് പറഞ്ഞ ഒരു മെമ്മോറിയൽ ട്രോഫി ഉണ്ട്, അത് വനിതകൾക്കാണ്. അതിനും ക്യാഷ് അവാർഡ് ഉണ്ട്. അത് ഗംഭീരമായ ഒരു പരിപാടിയാണ് ഈ കമ്പവലി പരിപാടി എന്ന് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ തിരക്കുള്ള ഈ സമയത്ത് എനിക്ക് വേണ്ടി കുറച്ച് സമയം അനുവദിച്ചതിന് വളരെ നന്ദി. അടുത്തതായി വേദിയിൽ കരോക്കെ ഗാനം ആലപിക്കുന്നത്
Geeta Babu, Sedu Lakshmi, and Geeta Bai. ഞങ്ങളെ റെസിഡൻസ് അസോസിയേഷനിലെ കലാകാരന്മാരെല്ലാവരെയും അണിയിച്ചൊരുക്കുന്നത് ഈ രണ്ട് മേക്കപ്പ് മാൻമാരാണ്. ഇത് റെസിഡൻസ് അസോസിയേഷൻ കൊടുക്കുന്നതാണ്, അവരെ അറേഞ്ച് ചെയ്യുന്നതാണ്. എല്ലാ വർഷവും അസോസിയേഷൻ ഈ സേവനം ഒരുക്കി കൊടുക്കാറുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് എത്തി. അവിടെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്, പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അനന്തുവിൻ്റെ പെങ്ങളാണ്. ഇതാണ് അനന്തു ഞങ്ങളെ സ്ഥിരം ഗായകനാണ്, ഞങ്ങളെ റെസിഡൻസിലെ ഗായകനാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ അനന്തുവിൻ്റെ ഒരു പാട്ടുണ്ടായിരിക്കും. അനന്തു നല്ലൊരു ഗായകനാണ്. ഇത് അനന്തുവിൻ്റെ അച്ഛനാണ്. അച്ഛനും നല്ലൊരു പാട്ടുകാരനാണ്. അനന്തുവിൻ്റെ അച്ഛൻ, അനന്തുവിൻ്റെ പെങ്ങൾ എല്ലാവരും നല്ല പാട്ടുകാരാണ്. പിന്നെ വേറൊരു ചേച്ചി അവിടെ നല്ല ഗംഭീരമായി പാടിക്കൊണ്ടിരിക്കുന്നു. ഇവരൊന്നും മ്യൂസിക് എനിക്ക് കേൾപ്പിക്കാൻ കഴിയില്ല, കാരണം ഇത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായതുകൊണ്ടാണ്. എന്നാലും ഇതെല്ലാവരും കണ്ട് നല്ല ആസ്വദിച്ചുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചോരുണിപ്പോയിൽ പ്രകാശ് ചേട്ടൻ്റെ ഇവിടെ മറ്റൊരു ഗായിക, ഇത് സുരേഷ് ചേട്ടൻ്റെ മകളാണ്. സുരേഷ് ചേട്ടൻ കമ്മിറ്റിയിലൊരു അംഗമാണ്. കൂടാതെ ഒരുപാട് ആൾക്കാർ ഇതാ പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, നിരന്തരം വന്ന് പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് പ്രതിപാടനാണ്, പ്രതിപാടന കമ്മിറ്റിയിലെ അംഗമാണ്. ഇങ്ങനെ പാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. എന്തായാലും ഇങ്ങനെ ആഗ്രഹം പാടി തീർത്തു. മറ്റാൾക്കാർ ഇതാ പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പും ഇല്ലാതെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരെ ഇവിടെ പാടുന്നുണ്ട്. ഇത് പാട്ടുകളൊക്കെ നല്ല മികച്ച പാട്ടുകൾ. LED വാളിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൗൺസിലറും മേയറുമായ O സദാശിവട്ടൻ എത്തിച്ചേർന്നു. O സദാശിവട്ടൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് അവിടെ ജനങ്ങളെ കൂടെ തന്നെ ഇരുന്നു. കൂടാതെ അജിത നമ്പ്യാർ ഉണ്ടായിരുന്നു. അവർ ഡ്രാമ ആൻഡ് സിനി ആർട്ടിസ്റ്റാണ്. അവരെ വിശിഷ്ടാതിഥിയായിട്ടാണ് പരിഗണിച്ചത്. ഞങ്ങൾ അസോസിയേഷൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് മേയർ O സദാശിവനാണ്. കമ്മിറ്റി അംഗങ്ങളും മറ്റെല്ലാവരും ചേർന്ന് O സദാശിവനെ വേദിയിലേക്ക് ആനയിച്ചു. അടുത്തത് പ്രാർത്ഥന, കുമാരി ഗൗരി M. പ്രാർത്ഥനാ ഗീതത്തിന് ശേഷം ഞങ്ങളുടെ സെക്രട്ടറി സാലി ബായ് എല്ലാവരെയും സ്വാഗതം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ്റെ 16ാം വാർഷികാഘോഷ വേളയിലാണ് ഇന്ന് നാം ഇരിക്കുന്നത്. ഒരു കാര്യമായ റിപ്പോർട്ട് എന്ന രൂപപ്പെട്ടത് മുതൽ തന്നെ നമുക്കറിയാം, നമ്മളൊരു ഏട്ടനുണ്ടായി. മേയർക്ക് അടുത്ത പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതായത് സെക്രട്ടറി കൂടുതൽ കാര്യങ്ങൾ വിശദമായി. മുതിർന്ന അംഗമായ ശ്രീ മോഹനൻ മധുരക്കണ്ടി അസോസിയേഷന് വേണ്ടി മേയറെ പൊന്നാട അണിയിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചുമതല മുമ്പൊരു കാലത്തും കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഈ വിശേഷമാണ് നേരിടുന്നത്. നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ നഗരത്തോട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്നതാണ് കഴിഞ്ഞ 5 വർഷക്കാലം. ആ കാലത്ത് കോഴിക്കോട് കോർപ്പറേഷനകത്ത് നടപ്പിലാക്കിയ ഒട്ടേറെ വികസന മാസ്റ്റർ അർജുൻ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായ അനീഷ് കുമാർ സാറിന്റെ മകനാണ്. അനുമോദന ചടങ്ങിനായി മാസ്റ്റർ അർജുനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി ചെണ്ടയിൽ പ്രാഗൽഭ്യം തെളിയിച്ചതിനാണ് ഈ ഉപഹാരം നൽകുന്നത്. കൈയടിക്കാം, പ്രോത്സാഹനം നൽകാം. മാസ്റ്റർ അർജുൻ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. ഈ റെസിഡൻസ് അസോസിയേഷൻസ് ഒരു 30 വർഷം മുന്നുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഇത്തരം റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ടായിരുന്നോ ചേട്ടാ? ശ്രീ ഷിംചിത്ത് TS ബഹുമാനപ്പെട്ട 6ാം വാർഡ് കൗൺസിലർ. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിയുടെയും മതത്തിൻ്റെയും ചിന്തകൾക്കെല്ലാം അതീതമായി
ഒന്നിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ വേദി. സ്വപ്നതീരം റെസിഡൻസ് അസോസിയേഷൻ്റെ 16ാമത് സ്വപ്നാരവം 2026 എന്ന പരിപാടി ഇവിടെ പ്രിയപ്പെട്ട സ്വപ്നതീരം അസോസിയേഷൻ്റെ സഹവാസികളെ, ഇന്ന് സ്വപ്നാരവം 2026 സ്വപ്നതീരം റെസിഡൻസ് അസോസിയേഷൻ കിടപ്പരോഗികൾക്ക് വേണ്ടി ഭക്ഷണം വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇതാ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹലോ സാർ, ഇതെന്താ ചെയ്യുന്നത്? നമ്മൾ കിടപ്പരോഗികൾക്ക് വേണ്ടി അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. അതെയോ? നമ്മൾ 6 സ്ക്വാഡായിട്ടാണ് പോണത്. അപ്പോൾ ഓരോ സ്ക്വാഡിലും ഇത്ര ആളുകളെ എണ്ണം എടുത്തിട്ട് അവർക്ക് അവിടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. പ്രായം ചെന്നവർക്കും കിടപ്പിലായവർക്കും വീടുകളിൽ ആദ്യം ഭക്ഷണം എത്തിക്കാം. ഞങ്ങൾ കഴിക്കുന്നതിന് മുന്നേ അവർക്ക് ആദ്യം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. 2 മാസമായി നമ്മുടെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച എല്ലാ അതിനെ തുടർന്ന് പരിപാടികൾ അരങ്ങേറുകയായി. അതിഗംഭീരമായ നൃത്തച്ചുവടുകളുമായിട്ട് ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഈ സ്റ്റേജിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇത് ഗംഭീരമായ ഒരു ഡാൻസായിരുന്നു. ഇതിൻ്റെ പല ദൃശ്യങ്ങളും പല ഭാഗത്തു നിന്നും ഞാൻ പകർത്തി. LED വാളിൻ്റെ സഹായത്തോടു കൂടി അതിൽ വരുന്ന പിന്നിൽ വരുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമാണ്. എല്ലാവരും കാണുമ്പോൾ കണ്ണിന് നല്ലൊരു വിരുന്നായിരുന്നു ഇത്. ഈ പ്രാവശ്യം നല്ലൊരു മാറ്റം വന്നത്. ഇവിടെ ചില കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ ഡാൻസ് കുട്ടികൾ പറഞ്ഞ രീതിയിൽ കളിക്കാത്തതുകൊണ്ട് ടീച്ചർ മുന്നിൽ നിന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. എല്ലാവരും കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ പകർത്തുന്നുണ്ട്, ഞാനും പകർത്തി. ആൾക്കാർ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചെറിയ മക്കളുടെ ഡാൻസുകൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഇവർ ഡാൻസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ഇനങ്ങളുണ്ടായിരുന്നു. ഇതും വളരെ ഒരു മനോഹരമായ ഡാൻസാണ്. ഞാൻ എൻ്റെ മുന്നിലൂടെ കുറച്ച് ഒപ്പനയ്ക്കുള്ള ആൾക്കാർ പോകുന്നത് കണ്ടു. വീണ്ടും ഇവിടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് വളരെ രസകരമായ രീതിയിൽ മക്കൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതേ സമയത്ത് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. ഇവിടെ ഞങ്ങളെ റെസിഡൻസ് അസോസിയേഷനിലുള്ള ആൾക്കാർ മാത്രമല്ല, മറ്റുള്ള ആൾക്കാർ ഈ നഗറിലേക്ക് ആര് വരുന്നോ, പ്രകാശൻ നഗറിലേക്ക് ആര് വരുന്നോ, പ്രകാശേട്ടൻ നഗറിലേക്ക് ആര് വരുന്നോ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള തരംതിരിവില്ലാതെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ വീണ്ടും വേദിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെ അതിഗംഭീരമായ ഒരു ഒപ്പന നടക്കുന്നു. ചെറിയ മക്കളെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ വിരുന്ന് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണിന് നല്ലൊരു വിരുന്നായിരുന്നു ഇത്. നല്ലൊരു ഭക്ഷണമാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ചു. പിന്നെ അടുത്ത ഒരു ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ഇതവിടെ അരങ്ങേറുന്നു. നല്ല ദൃശ്യാവിഷ്കാരമാണിത്. അതിഗംഭീരമായൊരു ഡാൻസ് ആയിരുന്നത്. പക്ഷേ ഇതിനൊന്നും മ്യൂസിക് ഇടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. മറ്റൊരു ഡാൻസ് അവിടെ നടക്കുന്നു. ഇതും അതിഗംഭീരമായൊരു ഡാൻസാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇത് കപ്പിൾ ഡാൻസ്. ഇതും അതിഗംഭീരമായിരുന്നു. ഒന്നും ഗംഭീരം അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് കുറച്ച് പ്രായം ചെന്ന ആൾക്കാരുടെ ഒരു ഡാൻസാണ്. എനിക്ക് കുറച്ച് പ്രായമുണ്ട്. എന്നാൽ ഇവരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ് ഇത്തരം വേദിയിലൂടെ. ഇവിടെ വേറൊരു ഡാൻസ് നടക്കുന്നു. എല്ലാം ഒന്നിനൊന്ന് മികച്ചത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും പറയുകയാണ്. ഒന്നിനൊന്നും മികച്ചതാണ്. ഇതും ഒരു സിംഗിൾ ഡാൻസാണ്. നാടൻപാട്ടായിരുന്നു മികച്ചത്. ആ പാട്ടിനനുസരിച്ചിട്ട്, ആ ഡാൻസിനനുസരിച്ച് താഴെ ചെറിയൊരു മോൻ ഡാൻസ് ചെയ്യുന്നു. എല്ലാവരും ഇവനെയായിരുന്നു ശ്രദ്ധിച്ചത്. ഞാനും അവനെ വീഡിയോയിൽ പകർത്തി. പിന്നെ മറ്റൊരു എൻ്റെ ഭാര്യയും ഒരു ടീമും കൂടി ആവിഷ്കരിച്ച ഒരു ദൃശ്യാവിഷ്കാരം, സുഭാഷ് ചേർത്തലയുടെ ഒരു കവിതയെ ആസ്പദമാക്കിയാണ് ഇവർ ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇത് വളരെ നല്ല നയനമനോഹരമായൊരു കാഴ്ചയായിരുന്നു. എല്ലാവരും ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു. ഇപ്രാവശ്യം ഒരു ഓപ്പൺ സ്റ്റേജായിരുന്നു. LED വാള് എല്ലാം ഒരു പ്രത്യേകതയായിരുന്നു മൊത്തത്തിൽ. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഇത് ആസ്വദിക്കാൻ പറ്റി. കാണികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഡാൻസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം ഒന്നിനൊന്ന് മികച്ചത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സിംഗിൾ ഡാൻസ് കഴിഞ്ഞു. പിന്നെ ഗ്രൂപ്പ് ഡാൻസിലേക്ക് എത്തി. മികച്ച ഗ്രൂപ്പ് ഡാൻസ്. അത് കഴിഞ്ഞ് കപ്പിൾ ഡാൻസ്. ഇത് അടിപൊളി ഡാൻസ് ആയിരുന്നു.
എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല, ഇവർക്ക് ഇതിൻ്റെ മുന്നേ ഇവർ പഠിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇത് നല്ലൊരു ക്ലാസിക്കൽ ഡാൻസാണ്. മികച്ച കോസ്റ്റ്യൂംസും സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് വരുന്നു. പിന്നെ ഇത് മറ്റൊരു ഡാൻസ്. ഇത് നല്ലൊരു ഡാൻസായിരുന്നു. ഞാനൊക്കെ എല്ലാവരും നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ചു. ഇത് നല്ല മികച്ച ഒരു ഒപ്പനയായിരുന്നു. നേരത്തെ നമ്മളൊരു ഒപ്പന കണ്ട് ചെറിയ ആളതാണ്, ഇത് വലിയ ആൾക്കാരതാണ്. ഗംഭീരമായിരുന്നു ഇത്. നല്ല നൃത്ത ചുവടുകളൊക്കെ ആയിട്ട്. ഇത് സിംഗിൾ ഡാൻസ്, ഇത് ക്ലാസിക്കൽ ഡാൻസാണ്. ഇത് കമ്മിറ്റി അംഗമായ സത്യനാരായണ പ്രഭുവേട്ടൻ്റെ മകളാണ്. ഡാൻസ് പഠിക്കുന്നതാണ്, എല്ലാ വർഷവും അവതരിപ്പിക്കാറുണ്ട്. ഇതൊരു ചേച്ചിയാണ്, പ്രായം ചെന്ന ചേച്ചിയാണ്. എന്ത് ഗംഭീരമായിട്ടാണ് നാടൻ പാട്ട് പാടുന്ന അറിയോ, പാടി അഭിനയിക്കുന്നത്. ഇതും പ്രായം ചെന്ന ആൾക്കാരുടെ ഒരു ഡാൻസാണ്. 50, 55, 60 വയസ്സൊക്കെ ഉണ്ടാവും. എന്നാൽ ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അടിപൊളി. എന്നാൽ കാണാത്തവർക്കായിട്ടാട്ടോ, ജോസ് പ്രകാശ് ഇല്ലേ, ജോസ് പ്രകാശ്, തമിഴിലെ ജോസ് പ്രകാശ്. കൂട്ടുകാരനുള്ളവൻ ഞാൻ അടുക്കണം. അടിച്ചെടുക്കണ എന്റെ കാലല്ലടാ അവന്റെ കാല്. ഓ ഇരുന്നൂറത്തൊക്കെ പത്രത്തിലിട്ടോ. ഭയങ്കര ഫുട്ബോളാണ്. അഞ്ചൽക്ക് മനസ്സിലായോ? ഇത് മത്സരം ഒരു തോട്ടം ഉണ്ടോന്ന് മനസ്സിലാവുന്നുണ്ട്. അഞ്ചലേ മഞ്ചൽ കൊല്ലം മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു കലാവിരുന്നാണിത്, കോൽക്കളി. ഈ കോൽക്കളി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആകാംക്ഷയോടുകൂടി ഞങ്ങളെല്ലാവരും കാത്തിരുന്നത്. അതിഗംഭീരമായ അനൗൺസ്മെൻ്റ് ആയിരുന്നു ഇതിന്. ഇത് കണ്ണിന് നല്ലൊരു വിരുന്നായിരുന്നു. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യയും അവരെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അവർ ഒരുക്കിയ രണ്ടാമത്തെ മറ്റൊരു ഐറ്റം. അവർ കാണികളെ മുന്നിൽ സാധാരണ ഗ്രൗണ്ടിൽ നിന്ന് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഡാൻസൊക്കെ ചെയ്ത് അതിനുശേഷം അവർ സ്റ്റേജിലേക്ക് കയറാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതായി എനിക്ക് തോന്നി. ഞാനിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു. അവർ സ്റ്റേജിലേക്ക് ഓടി കയറി. ഞാനും ക്യാമറയായിട്ട് ഒരു പിന്നാലെ തന്നെ കയറിയില്ല, എൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തു. അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു ഇവർ നടത്തിയത്. കുറച്ച് ദിവസം പ്രാക്ടീസ് ഉണ്ട്, ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം. ഗംഭീര പ്രകടനമായിരുന്നു. ഈ വീഡിയോ ഞാൻ ഫുള്ള് പകർത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഇവിടെ കൊടുക്കാൻ കഴിയില്ല, ഒരുപാട് നേരം ഉണ്ടാവും, വീഡിയോ ലെങ്ത്ത് കൂടിപ്പോൾ. ഇത് ഡൂഡു എന്ന് പറയും. ഇത് ഞങ്ങളെ ഈ പ്രദേശത്തുള്ള നല്ലൊരു ഡാൻസറാണ്, കോറിയോഗ്രാഫറും കൂടിയാണ്. എക്സലൻ്റ് ആയിരുന്നു ഇങ്ങനെ പെർഫോമൻസ്. പിന്നെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഭൂതം അങ്ങനെ കടന്നു വരുന്നത് കണ്ടു. ആ സമയത്ത് എൻ്റെ കണ്ണിലിങ്ങനെ ഉറക്ക് കീഴടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് നേരം കൂടി അവിടെ പിടിച്ചു നിന്നു. ഈ ഭൂതത്തിനെ പിടിച്ചു. ഈ ഭൂതം സ്റ്റേജിലേക്ക് കൊടുക്കാൻ മുന്നോട്ട് പോകല്ലേ. ഈ പരിപാടിക്ക് ശേഷം ഞങ്ങളുടെ റെസിഡൻസ് കുടുംബാംഗമായ അൻസിൽ ബാബു നിർമ്മിച്ച ഇൻ്റർവെൽ എന്ന സിനിമയുടെ പ്രദർശനം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഇതിൽ പകർത്തിയില്ല, കാരണം അത് കോപ്പിറൈറ്റാണ്. അതുകൊണ്ട് എന്തായാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ഞാൻ കുറച്ച് സമയം കൂടി അവിടെയെല്ലാം ഇങ്ങനെ നിന്നു, ഇതെല്ലാം കണ്ടു. വൈവിധ്യമാർന്ന ഒരുപാട് പരിപാടികളോടുകൂടി 16ാം വാർഷികം അതിഗംഭീരമായി കൊണ്ടാടി. അത്യുജ്വലമായിരുന്നു, പ്രൗഢഗംഭീരം.